ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുത്തശ്ശിയും യശോദയും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഭാഗത്തോട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ യശോദയോട് മുത്തശ്ശി ചോദിക്കുന്നത്, എന്ത് പറ്റി യശോദ, എന്താണ് നിൻ്റെ ഇങ്ങനെയുള്ള വയ്യായ്ക്ക് കാരണം, അവളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളല്ല, എൻ്റെ പെട്ടെന്നുള്ള വിഷമവും ദേഷ്യം കൊണ്ട് ഇങ്ങനെ തല ചുറ്റുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്നത്, അല്ലാണ്ട് അവളൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ പണ്ട് തൊട്ടേ പറയുന്നത് എടുത്ത് വളർത്തുന്നവരൊക്കെ നമ്മൾ ചവിട്ടി തെറിഞ്ഞിട്ടേ പോകുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് രാധികയെ മുത്തശ്ശി കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യശോദ പറയേണ്ട ഒന്നുമില്ല എനിക്കെന്നിങ്ങനെ യശോദ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ അമ്മയെയും മുത്തശ്ശിയുമാണ്. വരുണിൻ്റെ അമ്മയും മുത്തശ്ശിയും വരുണിൻ്റെ മുത്തശ്ശിയുടെ കാലിങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ട് തൈലം തേച്ചിട്ട്. വരുണിൻ്റെ അമ്മ അതിനിടയിലേക്ക് ഉർവശിയും കൽപ്പനയും ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എന്താ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഉർവശി നീ കണ്ടിട്ടില്ല, അമ്മയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്നൊരു തൈലം തേച്ച് കൊടുത്തു, നീ എന്തത് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവർക്ക് അതിന് എവിടെ നേരെ ഇതൊക്കെ നോക്കാൻ നേരമുണ്ടോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ കൽപ്പന പറയുന്നുണ്ട്, വരുണിനോടും പ്രിയങ്കയോടും എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് ചെല്ലാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറയണമെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് അവർ വിരുന്ന് പോകാൻ, അവരെ കല്യാണം കഴിയുന്നുണ്ട്, അവർ തമ്മിലൊരു ബന്ധവുമില്ല, അവർ എപ്പോഴും തല്ലൂട്ടും വലിയ മറ്റുള്ളവർ ചോദിച്ചു തുടങ്ങി എന്നിങ്ങനെയൊക്കെ മുത്തശ്ശിയെയും വരുണിൻ്റെ അമ്മയെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അവർ പ്രിയങ്കയെ കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ കൽപ്പനയും ഋഷിയും പറയുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ് കൽപ്പന അവരെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് കൽപ്പനയും ഉർവശിയും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, അമ്മ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു, അവർ തമ്മിൽ എന്താ മനസ്സിനൊരു അടങ്ങേറ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അവർ തമ്മിൽ ഇപ്പോഴൊരു ബന്ധമില്ല എന്നൊക്കെ നമുക്കും തോന്നുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയും, പിള്ളേരുടെ കാര്യം നീ വിട്ട്, പക്ഷെ അവർ മറ്റുള്ള കണ്ണുകൊണ്ട് നോക്കുന്നത് വെച്ച് നമ്മൾ തല കുമ്പിട്ടിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ ഞാൻ കാര്യങ്ങൾ ശരിയാക്കിക്കോളാം എന്നിങ്ങനെ പറയുന്ന സമയത്തായിരിക്കും വരുണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുണിനോട് മുത്തശ്ശി പറഞ്ഞിട്ട്, എവിടെ പോവാ, നീ പുറത്തേക്ക് പോകാണോ എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എനിക്ക് കൂട്ടുകാരന്മാർ കാരണം, എന്താ അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ എന്നിങ്ങനെ വരുൺ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, എനിക്കൊന്നും പോകാനില്ല, നീ നിൻ്റെ ഭാര്യയും കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ പോകാൻ, നിൻ്റെ കൂട്ടുകാരന്മാർ ഭാര്യനെ ചോദിക്കുന്നില്ലേ, അവർ ഭാര്യ എവിടെയെന്നൊക്കെ ചോദിക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ കെട്ടിയമ്മിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അവരങ്ങനെ ചോദിക്കൊന്നുമില്ല ഇങ്ങനെ പറയാം. മുത്തശ്ശി അവളെയും കൊണ്ട് പുറത്തേക്കിങ്ങനെ പോകുന്ന, ഞാൻ കുറച്ച് ആൾക്കാരെ വിളിച്ച് വരുത്താം, എന്നിട്ട് ഇതെൻ്റെ ഭാര്യ, എന്നിട്ട് അവരെ മുമ്പിൽ ഡാൻസും കളിക്കാം എന്നിങ്ങനെ വരുന്ന കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നത്, എന്താ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നത്, കളി പറയുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്, അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുന്നോട് പറയും, പ്രിയങ്കയും കൊണ്ട് പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് തുടങ്ങി എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ദേശത്തോടുകൂടി നിൽക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇത് അച്ഛൻ്റെ ചുവട്ടിലെത്തിയ പിന്നെ വേറെ പ്രശ്നം, അച്ഛൻ ഇടപെട്ടാൽ പിന്നെ പ്രശ്നം ഇതാവും എന്നിങ്ങനെ വരുമ്പോൾ ഞാൻ കൊണ്ടുപോയാൽ പോരെ എന്നിങ്ങനെ പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് കൽപ്പനയും ഉർവശിയും കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയും, മുത്തശ്ശി അമ്മയുടെ അഭിനയം എന്താ വരുണിനോട്, മോനെയും സ്നേഹിപ്പിക്കാനെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഇവർ തമ്മിൽ ഇനി സ്നേഹമാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൽപ്പന, എവിടെ നിന്ന് സ്നേഹമാവും, വരുണിനോട് അവളെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ തന്നെ വരുണിന് വെറുപ്പാണ് അവളോട്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ അവർ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരില്ല, അപ്പോൾ വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളിങ്ങനെ നടക്കും, അവർ വെറുപ്പ് പുറത്തേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറഞ്ഞു. നമുക്ക് കാത്തിരുന്ന് കാണാം ചെറിയമ്മേ എന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് യശോദയാണ്. യശോദ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ അടുക്കളയിൽ അരിയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ രാധിക ഇങ്ങനെ യശോദ മിണ്ടാത്ത വിഷമത്തിൽ ഇങ്ങനെ വന്ന് വാതിക്കൽ നിന്നിട്ട് ഇങ്ങനെ വാതിലുമ്പോൾ ഇങ്ങനെ 2 തട്ട് തട്ടുന്നുണ്ട്. യശോദ നോക്കുന്നില്ല. അത് കഴിഞ്ഞ് ഗ്ലാസ്സുമ്പോൾ തട്ടുന്നുണ്ട്, കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ആക്കി നോക്കുന്നുണ്ട്. യശോദയെ ശ്രദ്ധ പിടിച്ചു പറ്റാം, പക്ഷേ യശോദ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനസ്സിൽ വിഷമമുണ്ട് യശോദയ്ക്ക്. ഇതിനിടയിൽ രാധിക തിരിഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനിടയിലായിരിക്കും യശോദ എന്ത് പറ്റിയെന്നുള്ള മുത്തശ്ശിയുടെ അലർച്ച കേൾക്കുന്നത്. അങ്ങനെ യശോദ തല കറങ്ങി വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ രാധിക ഓടി വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഇങ്ങനെ രാധികയെ തൊടാൻ പോകുമ്പോൾ മുത്തശ്ശി അവളെ പിടിച്ച് മാറ്റും, തൊടല്ലേ എന്നിങ്ങനെ പറയും. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ അമ്മയെ പിടിക്കട്ടെ എന്നിങ്ങനെ പറയും. അങ്ങനെ യശോദയെ പിടിച്ച് എണിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നീ ഒന്നും പറയണ്ട എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും വക വയ്ക്കാതെ രാധിക യശോദയോട് പറഞ്ഞിട്ട്, വാ അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ യശോദ സമ്മതിക്കുന്നത്, എനിക്ക് എവിടെയും പോകണ്ട എന്നിങ്ങനെ പറയും. അപ്പോൾ രാധിക വളരെ വിഷമത്തിൽ പറയുന്നുണ്ട്.
അമ്മ ഹോസ്പിറ്റലിൽ വരാതെ ഇരുന്നാൽ ഞാൻ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ തല തല്ലി ഞാൻ മരിക്കും. കാരണം എനിക്ക് ഈ ജീവിതം തന്നത് നിങ്ങളാണ്. അപ്പോൾ ആ ജീവിതം ഇതോടുകൂടി അവസാനിക്കണം. എനിക്ക് ഈ ജീവിതം കൊണ്ട് യാതൊന്നും നേടാനില്ല, ഒരു ആഗ്രഹവുമില്ല എന്നിങ്ങനെ രാധയെ പറഞ്ഞുകൊണ്ട്, അതല്ലാതെ നിന്നാൽ അമ്മയുടെ അടുത്തേക്ക് പോലും ഞാൻ വരില്ല, ഞാൻ മാറി നിന്നോളാം എന്നിങ്ങനെ രാധയെ പറഞ്ഞുകൊണ്ട്, രാധയെ പറഞ്ഞിട്ട് യശോദ നനങ്ങാണ്ടാകുമ്പോൾ രാധയെ നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് നടക്കുന്ന സമയത്ത് യശോദ പറയും, മോളെ നിൽക്ക്, ഞാൻ വരാം ഹോസ്പിറ്റലിലേക്ക് എന്നിങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ രാധികയുടെ കൂടെ പോകണ്ട എന്നിങ്ങനെ പറയും. എനിക്ക് വിടാൻ ധൈര്യമില്ല, ഞാൻ അവളെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ രാധികയുടെ കൂടെ പോകുള്ളൂ എന്നിങ്ങനെ യശോദ പറയുന്നുണ്ട്. അങ്ങനെ യശോദ രാധികയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ലോ BP ആണ്, എന്തെങ്കിലും ടെൻഷനുണ്ടോ, അമ്മ ഭക്ഷണം കഴിക്കുന്ന കണക്കൊക്കെ ഇങ്ങനെ രാധികയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക അതിനുള്ള മറുപടി ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, എന്ത് ഇത്ര ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും മരിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ചിങ്ങനെ ഊതി വഷളാക്കി നമ്മുടെ ആരോഗ്യം ഇങ്ങനെ മോശമാക്കും. ഈ ഒരാഴ്ച മരുന്ന് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറണില്ല, നമുക്കൊരു മെഡിറ്റേഷനും കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു തീർക്കാനിങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർ അത് പറഞ്ഞു പോകുമ്പോൾ രാധിക യശോദ എന്താണ് അമ്മയുടെ മനസ്സിലെ വിഷമം എന്നോട് പറയാമെന്നിങ്ങനെ പറയും. അപ്പോൾ അതൊന്നും ഇവിടെ വെച്ച് പറയാൻ പറ്റിയതല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുണും പ്രിയങ്ക ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, വരുൺ മിണ്ടാതാകുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, എന്താ വരുൺ മിണ്ടാത്തേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയും മുത്തശ്ശിയൊക്കെ കൂടി നമ്മളെ കറങ്ങാൻ വിട്ടതാണെന്ന് ഇങ്ങനെ പറയും. ഇത് കറങ്ങാൻ കൊണ്ടല്ല, എന്നെ കൊല്ലാൻ വിട്ട പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിങ്ങനെ സംസാരിക്കുന്നത്, നമ്മൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിലല്ലേ പോണ കാര്യങ്ങളൊക്കെ. പിന്നെ വരുണ്ട കാമുകിനെ ഞാൻ കണ്ടുപിടിച്ചോണ്ട്, അപ്പോൾ വരുമ്പോൾ നിൻ്റെ പ്രശ്നമില്ല, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, എൻ്റെ കാര്യത്തിൽ ഇടപെടണ നീ വരണ്ട പറഞ്ഞിട്ട് അവരും പറഞ്ഞു, നിന്നെ ഞാൻ ചവിട്ടി ഇങ്ങനെ പുറത്തേക്ക് ഇടും വണ്ടിയിലെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ പ്രിയങ്കക്ക് ദേഷ്യം വന്നിട്ട് വണ്ടി നിർത്ത് എന്നിങ്ങനെ വരുന്നോട് പറയുന്നുണ്ട്. വണ്ടി ദേഷ്യത്തിൽ വരുന്ന സ്പീഡിൽ ഓടിക്കുന്നുണ്ട് കേട്ടോ വരും. അതിനുള്ള പ്രിയങ്ക പറയും, വണ്ടി നിർത്താനല്ല പറഞ്ഞത്, നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ട്. സ്റ്റിയറിങ് പിടിച്ചിട്ട് പിടിയും വലിയ അങ്ങനുണ്ട്. അങ്ങനെ പിടിയും വലിയ ആവുന്നതിൽ വരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ സ്റ്റിയറിങ് പോയി ഒരു മരത്തിൽ ഇടിക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങുമ്പോൾ തലയിടിച്ചിട്ട് വരൻ്റെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. വരന് കണ്ണൊക്കെ മഞ്ഞൊലിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഇത് കണ്ട് ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ തലയിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.